ഇത് ഈ അരമന വീട് 500 ഏക്കർ തന്നെ പടം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ അഭിനയിക്കാനായിട്ട് നല്ല സൈസുള്ളൊരു ചെറുപ്പക്കാരൻ വന്നു, ഒരു പയ്യൻ. അപ്പൊ അവന് അതിൽ വേഷം ഇല്ലാത്തത് കൊണ്ട്, അനിൽ ബാബുവാണ് അത് ഡയറക്റ്റ് ചെയ്തത്. അപ്പൊ അതിന് വേഷം ഇല്ലാത്തതുകൊണ്ട് പിന്നീട് പോകെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ അതിനടുത്ത ലൊക്കേഷൻ മാനേജറായിട്ട് മാറി. പാവം. പിന്നെ ആൾക്കാരെ മാറ്റാനും പിടിക്കാനും ഭക്ഷണം കഴിക്കുന്ന നമ്മൾ കൊണ്ടുപോകാനും ഇരുത്താനും ഒക്കെ ആളായി. കിട്ടിയാലൊരു വേഷവും ചെയ്യാം, അങ്ങനെയായി. അത് കഴിഞ്ഞിട്ട് ഞാനും ജയറാമും ആ വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നൊരു സംഭവമുണ്ട്. മനയിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. അന്ന് അതിൽ അന്ന് ആ പുഴ ഒരു കുളം ഉണ്ട്, അതിൻ്റെ ആ കുളത്തിൻ്റെ അങ്ങോട്ട് രാത്രി ഒളിച്ചിങ്ങനെ വരുമ്പോൾ പെട്ടെന്നൊരാൾ പൊങ്ങണം കുളത്തിൽ നിന്ന്. അവിടെ ഒരു ഞെട്ടല്, അവിടുന്ന് ഓടി ഹൈഡ് ചെയ്യണം, അതൊക്കെയാണ് സംഭവം. എന്നാൽ അത് ആ വേഷം അയാൾക്ക് കൊടുക്കാം. അങ്ങനെ അയാൾ വേഗം തന്നെ ഞാൻ റെഡി എന്നൊക്കെ പറഞ്ഞു സുഹൃത്തൊക്കെ കൊടുത്ത്. ഇയാൾ രാത്രിയാണിത് ക്യാമറയൊക്കെ വെച്ച് ലൈറ്റപ്പൊക്കെ ചെയ്തുകൊണ്ട് ഇതിൽ മുങ്ങി നിന്നോ, സമയമാകുമ്പോൾ നമ്മൾ വിസിലടിക്കും പൊങ്ങി വന്നാൽ മതി. ആക്ഷൻ പറഞ്ഞു. നമ്മൾ പതുക്കെ ഞാനും ചേരാൻ കൂടി നടന്ന് സ്റ്റെപ്പ് ഇങ്ങനെ ഇറങ്ങി ഈ കുളത്തിൻ്റെ അടുത്ത് വന്നപ്പോഴില്ല, വിസിലടിച്ചാലും നോക്കുമ്പോൾ 2 കാലാണ് ഫ്രെയിമിലേക്ക് വന്നത്. കാരണം ഞങ്ങൾക്ക് നീന്തറിയില്ല. കുറച്ചൊരു കഴിഞ്ഞ ഒരു അപകടം ഉണ്ടായേനെ. അപ്പൊ കൽപ്പന അവിടെ ഇരിപ്പുണ്ട്. കൽപ്പന എല്ലാവരും അനിലിനും ബാബുവിനൊക്കെ കുറേ വഴക്കും. നിങ്ങൾക്ക് അറിയില്ല അയാൾക്ക്, ഞങ്ങൾക്ക് എങ്ങനെ അറിയാം അയാൾ ചെയ്യാന്ന് പറയുമ്പോൾ അങ്ങനെയല്ല നമ്മൾ വിശ്വസിക്കുള്ളൂ. അത് അവരുടെ കുഴപ്പമില്ലല്ലോ. ഇത് കഴിഞ്ഞ് പിറ്റേ ദിവസം കുറച്ച് ആർട്ടിസ്റ്റുകൾ കുറവാണ്. പിറ്റേ ദിവസം രാവിലെ അപ്പൊ അനിലും ബാബും കൂടി പറഞ്ഞു സോങ് എടുക്കാൻ. ഞാനും കൽപ്പനയുണ്ട്, സോങ് എടുക്കാൻ. പിന്നെ അവിടെ ഒരു വയലിൽ പോയി ഞങ്ങനെ വയലിൻ്റെ വരമ്പത്തൊക്കെ ഇങ്ങനെ പുറഞ്ചാരി ഇരുന്ന് സോങ്ങിൻ്റെ കട്ടൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോഴും ഈ പയ്യനുണ്ട്. ഞാനൊക്കെ അവിടെ പൊയ്ക്കളഞ്ഞാൻ, ഇവനവിടെ ഉണ്ട്. അപ്പൊ പൂക്കളൊന്നുമില്ല, ഈ വയൽ മാത്രം വെച്ച് നമ്മൾ കുറേ നേരം ഇങ്ങനെ എടുത്തോണ്ടിരിക്കുന്നതിന് പിന്നെ അവിടെ പോണം. മലമ്പുഴ ഗവി എന്നങ്ങനെ സ്ഥലമില്ലേ, മലമ്പുഴയിലൊരു സ്ഥലം ഉണ്ടല്ലോ, അവിടെ കോളാമ്പി പോലെ. ഇപ്പൊ ലോയി സാറിന്റെ പടത്തിന്റെ ഷൂട്ട് ചെയ്താണ്. അപ്പൊ ഇവൻ എല്ലാ സെറ്റും നടക്കുന്നുണ്ട്, അത് മനസ്സിലായി. നീളത്തിൽ വെളുത്ത കോളാമ്പി, ഇത് കോളാമ്പിയിലെ പൂക്കൾ ഇപ്പൊ ഷൂട്ട് ചെയ്തോളൂ. അവിടെ ഉണ്ട്, കംപ്ലീറ്റ് ഉണ്ടെന്ന് പറഞ്ഞു. നേരെ ബിജുവിന്റെ, നമ്മുടെ തിരുവനന്തപുരത്ത് ബിജു ഇല്ലേ, ബൈജുവിന്റെ വണ്ടിയിൽ ഞാനും പിന്നെ കൽപ്പനയൊക്കെ ആദ്യമേ പോയി. വണ്ടി ഇവിടുന്ന് ഷിഫ്റ്റായി നേരെ മലമ്പുഴക്ക് സോങ് എടുക്കാൻ വേണ്ടിയിട്ട്. വേറെ വർക്കില്ല, ആർട്ടിസ്റ്റുകളും ഇല്ല. അപ്പൊ ഞങ്ങൾ പതുക്കെ പോയിണ്. അവർ വണ്ടി യൂണിറ്റ് പോയി, എല്ലാം പോയി. അവിടെ ചെന്ന് അപ്പൊ അവിടെയും കൽപ്പന ഉണ്ട് കേട്ടോ. അവിടെ ചെന്ന് ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങിയപ്പോൾ എല്ലാവരും ഇങ്ങനെ നിൽക്കുക, എല്ലാ യൂണിറ്റ് അടക്കം എല്ലാവരും നിൽക്കുകയാണ്. ബൈജു വെക്കാൻ ഇറങ്ങി, ഞാനും ഇറങ്ങി കഴിഞ്ഞപ്പോൾ കൽപ്പന ഓടി വന്നു പറഞ്ഞ മറുപടി, അശോക ഇവിടെ അയാൾ പറഞ്ഞ പൂവില്ലേ, ഒന്നുമില്ല, ഒരു പൂവുണ്ടായിരുന്നു. അത് ഇവന് വണ്ടി എന്ന് പറയുമ്പോൾ അവനെ കണ്ടപ്പോൾ ആ പൂവും താഴെ വീണെന്ന്. അത്ര ട്രാവൽ ചെയ്ത് വന്നതിന്റെ വിഷമം അങ്ങോട്ട് പോയി, കാരണം ചിരിച്ചുപോയി. ഹ്യൂമർ സെൻസ് എന്ന് പറഞ്ഞാലേ, ഈ നമുക്ക് ഇപ്പൊ ഹ്യൂമർ ചെയ്യുന്ന സ്ത്രീകൾ അല്ലെങ്കിൽ വനിതകളായിട്ടുള്ള ആർട്ടിസ്റ്റുകൾ താരതമ്യേന വന്നൊരു കാലഘട്ടത്തിലൊക്കെ വലിയ കുറവുള്ളൊരു കാലഘട്ടത്തിലാണ് വന്നത്. പിന്നീട് ഒരുപാട് പേരുണ്ട്. അത്തരത്തിൽ ഒരുപാട് നമ്മളെ ചിരിപ്പിച്ചിട്ടുള്ള ഒരു അഭിനേത്രി പ്രിയപ്പെട്ട പൊന്നമ്മ ബാബു ഇപ്പോൾ കൽപ്പന ചേച്ചി ഓർക്കുന്നു. ഒരു മറക്കാൻ പറ്റാത്ത അനുഭവം എന്ന് പറയാൻ കൽപ്പനയോടൊപ്പം ഞാനിപ്പം അത്ഭുതം എന്നൊരു പടം ചെയ്തു. അതിനകത്ത് ഞാൻ ബിന്ദു പണിക്കര് കൽപ്പനയായിരുന്നു, അമ്പിളിച്ചേട്ടൻ്റെ ജോഡിയായിട്ടായിരുന്നു. അതിൽ ഭാര്യമാർ ഞാനും ബിന്ദും കാമുകിയായിട്ട് കൽപ്പനയായിരുന്നു. അങ്ങനെ ഒരു 40 ദിവസം ഞങ്ങളവിടെ മലമ്പുഴ കവ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരുമിച്ചെന്നും കാണുകയും സൗഹൃദങ്ങൾ പുതുക്കുകയും. ഞങ്ങൾ തമ്മിൽ സംസാരിച്ചാൽ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഫാമിലിയെ പറ്റിയായിരിക്കും. അപ്പോഴൊക്കെ എൻ്റെ മക്കൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, കൽപ്പനയുടെ മോളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൽപ്പനയുടെ മോളെ പറ്റി പറയും, ഞാൻ എൻ്റെ മക്കളെ പറ്റി പറയും. അത് സത്യം പറഞ്ഞാൽ ആ ഒരു ലൊക്കേഷനും ആ ഒരു എന്താ പറയണേ, ആ സ്നേഹമൊന്നും പെട്ടെന്ന് മറക്കാൻ പറ്റത്തില്ല. അതൊക്കെ ഒരു നല്ല നിമിഷങ്ങളായിരുന്നു. കൽപ്പന ഞാൻ വേറെ സ്ഥലത്ത് അല്ലെങ്കിൽ സിനിമയായിട്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ എൻ്റെ വീട്ടിലിരിക്കുന്നു. കൽപ്പനയോ എവിടെയോ സിനിമയൊക്കെ ചെയ്തും അല്ലെങ്കിൽ കൽപ്പനയുടെ വീട്ടിലും ഒക്കെ സുഖമായിട്ട് ഇരിക്കാന്ന് ഓർക്കാനും ഒക്കെ എനിക്കിഷ്ടം. വളരെ കറക്റ്റ്. ഞാൻ നേരത്തെ പറഞ്ഞ ആ സ്ഥലം അതാണ്, മലമ്പുഴ ഇതാണ് കവ എന്നൊരു സ്ഥലം.